യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ, യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. കർത്താവിനാൽ പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 5-ാം തിരുവചനം. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. 50 ദിനങ്ങളിലെ പുണ്യപ്പെട്ട നോമ്പ് ഇന്ന് പൂർണ്ണമാവുകയാണ്. നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാകരമായ പാടുവീഴകളെ, ക്രൂശ് മരണത്തെ, മഹത്വകരമായ ഉയർപ്പിനെ ഒക്കെ സ്വീകരിക്കാൻ വേണ്ടി ഈ 50 ദിനങ്ങളിൽ നമ്മൾ നോമ്പ് നോക്കുകയായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ഉയർപ്പ് എന്ന് പറയുന്നത്. മരണത്തിന് ഒരിക്കലും നമ്മളെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. പാപത്തിനോ ശാപത്തിനോ അന്ധകാരത്തിനോ ഇനി നമ്മളുടെ മേൽ അധികാരമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നാം പ്രഘോഷിക്കുകയും ആ ക്രിസ്തുവിൽ നാം ജീവിക്കുകയും ചെയ്യുന്നു. ഈ ഉയർപ്പ് എന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു അനുഭവമാകട്ടെ. ക്രിസ്തു സമാധാനമായി നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഉയർപ്പിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ശൂന്യമായ കല്ലറ പോലെ ഒരിക്കലും ഒന്നിനും 3 നാളുകൾക്ക് അപ്പുറം നമ്മളെ തളച്ചിടുവാൻ സാധിക്കുകയില്ല. സഭയിൽ, വിശുദ്ധ കുർബാനയിൽ, വചനത്തിലൂടെ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ വലിയ സമാധാനം എന്നും നമ്മുടെ ഹൃദയത്തിൽ വാഴട്ടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുന്നു. ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു. പകുതി നോമ്പ് മുതൽ 25 ദിവസങ്ങൾ MCA ഭദ്രാസന സമിതി തപസ്യ എന്ന പേരിൽ നോമ്പുകാല ചിന്തകൾ പങ്കുവച്ചു. MCA ബത്തേരി ഭദ്രാസന സമിതിയോട് MCA സഭാതല സമിതിയുടെ പ്രത്യേകമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. എല്ലാവരെയും ബുദ്ധിനായ ഈശോ അനുഗ്രഹിക്കട്ടെ. നന്ദി.